ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇന്നൊരു അടിപൊളി കഥ കേൾക്കാൻ പോയാലോ? കഥയൊക്കെ കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട. അപ്പോൾ നമ്മുടെ കഥയിലെ നായകൻ അനിലാണേ. അപ്പോൾ അനിലിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ തുടങ്ങാൻ പോവാം. എൻ്റെ പേര് അനിൽ. ഇപ്പോൾ വയസ്സ് 35. എന്നെ കാണാനാണേ ഒരു ആവറേജ് തടി കേട്ടോ. എനിക്കൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ 3 എണ്ണമായി. ഞങ്ങളുടെ നാടിൻ്റെ അടുത്തായി നല്ല രീതിയിൽ ആ 3 സൂപ്പർ മാർക്കറ്റും വരുമാനം ലഭിക്കുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ്. അതുവഴി ഞാൻ നേടിയെടുത്ത എൻ്റെ ഒരു ജീവിതം, അത് തന്നെ ഈ കഥയുടെ ഇതിവൃത്തവും. ഇനി നമുക്ക് കഥയിലേക്ക് വന്നാലോ? കഥയല്ല കേട്ടോ, ശരിക്കും അനുഭവത്തിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓരോ മുഹൂർത്തങ്ങളും അത് തന്നെയായിരിക്കും നിങ്ങൾ അനുഭവിക്കുക. ഞാൻ കുറച്ച് പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യയുടെ പേര് സ്വാതി എന്നാണ്. ഇപ്പോൾ വയസ്സ് 32. കാണാൻ നന്ദി വെളുത്തിട്ട. അവളുടെ ഏറ്റവും ആകർഷണം തോന്നുന്നത് അവളുടെ പൂച്ചക്കണ്ണ. 100ഉം 34ഉം ഒക്കെയാണ് കേട്ടോ അവളുടെ ഒരിത്. നീണ്ട മുടി, അതാ അവളുടെ സൗന്ദര്യം കൂട്ടുന്നത്. അവളുടെ ആ മുടിയിഴകൾ ഇങ്ങനെ അതിന് താഴെ നിൽക്കുന്നു. അതൊക്കെ കാണാനൊരു രസമല്ലേ? പെണ്ണിന് മുടി ഒരു സൗന്ദര്യമാണല്ലേ. മുടി മുറിക്കാൻ പലതവണ പറഞ്ഞുകൊണ്ട് വഴക്കൊക്കെ ഞങ്ങൾ നടത്താറൊക്കെ ഉണ്ട്. പക്ഷേ അവളുടെ കണ്ണുകൾ കണ്ടാൽ ആർക്കാണേലും അതൊക്കെ തന്നെ. അത്രയ്ക്ക് രസം അവളുടെ കണ്ണ്. അവളെ കണ്ടല്ലേ ആ മധുര നാരങ്ങ എന്ന സിനിമയില്ലേ, അതിലുള്ളൊരു പാർവതി രതീഷിനെ പോലെയൊക്കെ തോന്നും കേട്ടോ. അവരുടേതുപോലുള്ള പൂച്ചക്കണ്ണും വട്ടത്തിലല്ല നീളത്തിലൊരു മുഖഷേപ്പും അതൊക്കെയാണ്. കണ്ണിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, അതൊരു പ്രത്യേകത തന്നെയാണ്. അത് കണ്ടിട്ടാണ് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ പ്രേമിച്ച് അവളെ വളച്ച് കെട്ടിയത്. 3 കൊല്ലം പ്രേമിച്ച് നടന്നിട്ടുണ്ടേ. ഇനി പറയാൻ പോകുന്ന സംഭവം, അത് നടക്കുമ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികൾ. മൂത്തത് 6 വയസ്സ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തേത് 2 വയസ്സ്. അത് ഇപ്പോഴും അതൊക്കെ കുടിക്കുന്ന പ്രായം തന്നെയാണ്. ആദ്യ പ്രസവം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മുന്നിലും പിന്നിലും ആവശ്യത്തിലധികം വലിപ്പം വെച്ചിരുന്നു. അടുത്ത പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെ പറയേണ്ടതില്ലല്ലോ, അതാണ് എൻ്റെ പ്രിയതമ. വർഷത്തിൻ്റെ കലണ്ടർ ഞാൻ 3 വർഷം പുറകിലോട്ടൊന്ന് മറിക്കട്ടെ. എനിക്ക് ഒരു വാടക കെട്ടിടത്തിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഷോപ്പ് 8 മണിയാകുമ്പോഴത്തേക്കും തുറക്കും. എനിക്ക് 8-9 പണിക്കാരുണ്ട് അവിടെ സ്റ്റാഫായിട്ട്. അതിൽ 5 പേര് ആണുങ്ങളും ബാക്കിയുള്ളവർ പെണ്ണുങ്ങളും. സ്വാതി എൻ്റെ ഷോപ്പിൽ മോളെ സ്കൂളിൽ വിട്ടിട്ട് വരും. ഏകദേശം ഒരു 9:30 ആകുമ്പോഴത്തേക്കും അവൾ എന്നെ സഹായിക്കാനൊക്കെ. ആണുങ്ങൾ രാത്രി 8 മണിവരെയും പെണ്ണുങ്ങൾ 5 മണിവരെയും ഷോപ്പിലുണ്ടാകും. രണ്ടാമത്തെ കുട്ടി കൂടെ ആയപ്പോൾ പിന്നെ 1 വയസ്സ് വരെ ഷോപ്പിലേക്ക് സ്വാതി വരാറില്ലായിരുന്നു. മകനെ പരിചരിക്കലും അതൊക്കെ കൊടുക്കലും മറ്റുമായി വീട്ടിൽ തന്നെയായിരുന്നു. 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ആൾ വരാൻ തുടങ്ങി. ഇപ്പോൾ സ്വാതിയുടെ വീടിൻ്റെ അടുത്ത താമസവും. അതുകൊണ്ട് അവളുടെ അമ്മ അവിടെ വരും മോനെ നോക്കാൻ. പിന്നെ അവനതൊക്കെ കൊടുക്കേണ്ട സമയത്ത് അവൾ സ്കൂട്ടിയായി പോയിട്ട് പിന്നെയും തിരിച്ചു വരും. സ്കൂൾ വിടാറുമ്പോൾ മോളെയും കൂട്ടി വീട്ടിലേക്ക് പോകും. അതായിരുന്നു അവളുടെ ദിനചര്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്ത കടബാധ്യത വന്ന് കയറി. സാമാന്യം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ കെട്ടിടം വിൽക്കേണ്ട അവസ്ഥയായി. അതിൻ്റെ മുതലാളി വിൽക്കാൻ നോക്കുക. അവർക്ക് പ്രായമായി, മക്കളുടെ കൂടെ താമസിക്കാൻ പോകുക അത്രേ, വിദേശത്തേക്ക്. അതുകൊണ്ട് കെട്ടിടം വിൽക്കാണ്. മുതലാളിക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. എനിക്ക് മുറികൾ വാടകയ്ക്ക് തന്നത് തന്നെ ചെറിയ ഡെപ്പോസിറ്റിലുമാണ്. അതുകൊണ്ട് എന്നോട് ഈ കെട്ടിടം വാങ്ങിക്കൊള്ളാൻ അവരെന്നെ നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം അത് വാങ്ങി. ഏകദേശം 4 കോടി രൂപയ്ക്ക്.
അതിൽ 2 കോടി രൂപ എൻ്റെ തറവാട് വീതം വിറ്റ് കൊടുത്തു. പിന്നെ 2 കോടിക്ക് ഞാൻ കടയ്ക്ക് ലോൺ എടുത്തു. ആദ്യ മാസങ്ങളിൽ മുടക്കമില്ലാതെ തന്നെ അടവ് നടന്നു പോയിക്കൊണ്ടിരുന്നു. കൊറോണ വന്നപ്പോൾ മുതൽ അടവ് മുടക്കം വരാൻ തുടങ്ങി. ആദ്യ മാസങ്ങളിൽ ബാങ്കിൽ നിന്ന് ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. ഞാൻ ഓരോന്ന് പറഞ്ഞ് അത് നീട്ടി അങ്ങനെ അവസാനം 2-3 മാസം കൂടുമ്പോഴായി അടവ്. അങ്ങനെ ഒരു 6 അടവ് കടന്നുപോയി. ഇനി അടയ്ക്കാനുള്ളത് ഏകദേശം ഒരു 30 അടവുണ്ട്. ബാങ്കിൽ നിന്നും നിരന്തരം വിളിയും. ചിലപ്പോൾ അവർ വരും. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ആകെ തലയ്ക്ക് വട്ടുപിടിക്കാൻ തുടങ്ങി. ഇനി എന്താ വഴിയെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോൾ പോം വഴിയായി മദ്യപാനം തുടങ്ങി. പിന്നെ അതൊരു ശീലമായിട്ട് തന്നെ മാറി. അങ്ങനെ ബാറിൽ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പഴയൊരു സുഹൃത്ത് സിബിയെ കണ്ടു. ബാറിൽ നിന്ന് അവൻ എന്നോട് ചോദിച്ചു, എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ മദ്യത്തിൻ്റെ ലഹരിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അവനത് കേട്ടിട്ട് ചിരിച്ചു. ഇതാണോ നിൻ്റെ പ്രശ്നം? അത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞു. അവനെന്താ പറഞ്ഞെന്ന് കേൾക്കണ്ടേ? ഞാൻ നാളെ ഈ സമയത്ത് ഈ ബാറിൽ വരാം. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നിനക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ ഫോൺ നമ്പറൊക്കെ വാങ്ങി. അവൻ എൻ്റെ പണവും അടിച്ചു പോയി. ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു സംഭവത്തിലായിരുന്നു. എൻ്റെ കഴിച്ച മദ്യത്തിൻ്റെ കെട്ടും ഇറങ്ങി ഞാനൊരു ഫുൾ ബോട്ടിൽ വാങ്ങി അവിടെ നിന്നും വീട്ടിലും എത്തി. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു വന്ന് ഇരുന്നു. മുകളിലത്തെ നിലയിലേക്ക് പോയി കുപ്പിയും വെള്ളവുമായിട്ട് പിന്നെ അങ്ങനെ അവിടെ ഇരുന്ന് അതും കഴിച്ചു. കൂടെ സിഗരറ്റ് വലിയുണ്ട് കേട്ടോ. വൈകുന്നേരം ബാറിൽ നടന്ന സംഭവം എൻ്റെ ഓർമ്മയിലങ്ങ് വന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അവൻ്റെ ഫോൺ നമ്പർ വാങ്ങിയതായിരുന്നല്ലോ എന്ന്. എന്തോ ആകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അതേക്ക് വിളിച്ചു. കുറച്ച് വെല്ലടിച്ചപ്പോൾ തന്നെ ആ ഫോൺ അങ്ങ് എടുത്തു. എന്താ അനിൽ ഈ സമയത്ത് വിളിക്കുന്നേ? നമ്മൾ തമ്മിൽ കുറച്ച് മുമ്പല്ലേ കണ്ടത്, എന്തേ എത്ര അത്യാവശ്യമെന്ന് സിബി ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ആകെ ഒരു വെപ്രാളം എനിക്ക്. എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്ക് മറന്നുപോവുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നീ എങ്ങനെയാ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞതാ. എനിക്കൊരു മനസ്സമാധാനം ഇല്ലടാ, അതാ. സിബി ചിരിച്ചോണ്ട് എന്താ പറഞ്ഞതെന്നറിയോ? ആളെ ആകട്ടെ എനിക്കൊന്ന് 2 പേരെ കാണാനുണ്ട്, എന്നിട്ട് പറയാമെന്നും പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കി. പിറ്റേന്ന് വൈകുന്നേരമാകാൻ കാത്തിരുന്നു. 1-2 പ്രാവശ്യം വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാൻ കരുതി അവൻ എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെ. വൈകുന്നേരം ബാറിൻ്റെ അകത്ത് കയറി ഓരോ ടേബിളും ഞാൻ സൂക്ഷിച്ച് നോക്കി. ആരെയാന്നല്ലേ, സിബിയെ ഉണ്ടോയെന്ന്. അവനെ കണ്ടില്ല. ഞാനൊരു ലാർജ് ഓർഡർ ചെയ്ത് 2 തീർത്തു. പക്ഷേ എന്നിട്ട് അവനെ കണ്ടില്ല. അല്പം കഴിഞ്ഞപ്പോൾ അതാ സിബിയും അവൻ്റെ ഒരു സുഹൃത്തും കൂടി കയറി വരുന്നു. അവനെ കണ്ട പാടെ ഞാൻ വിളിച്ചു, സിബി വാ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഞാനിരുന്നത് ഒരു ഒഴിഞ്ഞ കോണിലാണ്. അവിടെ വെളിച്ചം തീരെ കുറവാ. അവർ 2 പേരും അവിടെ വന്നിരുന്നു. വെയിറ്ററോട് അവരൊരു ഹാഫ് ബോട്ടിൽ വരുത്തി, കൂടെ പൊറോട്ടയും ചില്ലി ചിക്കനും. എന്നോട് ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി കഴിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ എനിക്കൊരു പെഗ് ഒഴിച്ചു. അവർ പെട്ടെന്ന് തന്നെ അത് വീതം വെച്ച് കഴിക്കുകയും അത് കഴിഞ്ഞ് എന്നോട് സിബി സംസാരിക്കാനും തുടങ്ങി. എടാ, ഈ കാര്യം സംസാരിക്കണമെങ്കിൽ 1-2 അകത്ത് ചെല്ലണം, എന്നാലേ അതൊക്കെ പറയാനൊരു ഇത് വരുള്ളൂ. അടുത്തിരിക്കുന്ന ആളെ ചൂണ്ടിക്കൊണ്ട് സിബി തുടർന്നു. എടാ, നിനക്കിവനെ അറിയോ? ഞാൻ നോക്കിയിട്ട് കണ്ടതായി പോലും ഓർക്കുന്നില്ല. ഞാൻ ഇല്ല പറഞ്ഞു. അറിയത്തില്ല. ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം സിബി അടുത്ത റൗണ്ട് കൂടി എല്ലാവർക്കുമായിട്ട് ഒഴിച്ചു. എന്നിട്ട് എന്നോട് കുടിക്കാൻ പറഞ്ഞിട്ട് അവരും എടുത്ത് കഴിക്കാൻ തുടങ്ങി. സിബി തുടർന്നു. എടാ അനിലേ, ഇവൻ എൻ്റെ സുഹൃത്താണ്, പേര് പ്രശാന്ത്. ഇവൻ്റെ മുതലാളി വിചാരിച്ചാൽ കാര്യം നിസ്സാരമായിട്ട് സോൾവ് ആക്കാം. അവരെ ആദ്യം നീ ഒന്ന് കയ്യിലെടുക്കണം. അതിനാ ഞാൻ ഇവനെ ഇവിടെ കൊണ്ടുവന്നത്. എടാ, ഇവൻ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരും. അതുപോലെ നീ ഒന്ന് നിന്ന് തന്നാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. പിന്നെ പ്രശാന്തേ, നീ തന്നെ കാര്യങ്ങൾ പറയുന്നെന്ന് സിബി പറഞ്ഞ് നിർത്തി. പ്രശാന്ത് പറഞ്ഞു, അനിലേ, ഞാൻ കാര്യം തുറന്ന് പറയാമല്ലോ. എൻ്റെ മുതലാളി വിചാരിച്ചാൽ
നിൻ്റെ എല്ലാ പ്രശ്നവും തീരാവുന്നതേ ഉള്ളൂ. മുതലാളിക്ക് പെണ്ണൊരു വീക്ക്നെസ് ആണ്. അതായത് മുതലാളിയുടെ അടുത്ത് വേഗം കാര്യം സാധിക്കണമെങ്കിൽ ഒന്നതിനെ കാഴ്ച വെച്ചാൽ മതി. എൻ്റെ കടബാധ്യത കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്താണ് മുതലാളിയെ പരിചയപ്പെടുത്തി തന്നത്. ഇപ്പോൾ ദേ അവിടെ ഡ്രൈവറായി ജോലി നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ, അവളുടെ പേര് മീര എന്നാണ്. അവൾ മുതലാളിയുടെ സ്റ്റാഫായി ജോലി നോക്കുന്നുണ്ട്. ആവശ്യത്തിന് സ്വാതന്ത്ര്യവും ഇഷ്ടം പോലെ പണവും. ഞാൻ പറഞ്ഞു വന്നത്, നീ എന്ന് മനസ്സ് വെച്ചാൽ നിൻ്റെ പ്രശ്നമൊക്കെ അദ്ദേഹം തീർത്തു തരും. പകരം നീ അയാൾക്ക് ഇഷ്ടമാകുന്നൊരു പെണ്ണിനെ കൊടുക്കണം. അതിനെന്താ വഴിയെന്ന് ആലോചിക്ക്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ ഫോൺ വിളിച്ചു. ഫോണിൽ പ്രശാന്തും സിബിയും ഫോട്ടോ കണ്ടു. ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് സിബി ചോദിച്ചു, ആരാ വിളിച്ചത്? ഞാൻ പറഞ്ഞു ഭാര്യയാണെന്ന്. ഉടനെ സിബി എന്നാ പറഞ്ഞെന്നോ, നീ ഇക്കാര്യമൊന്ന് നിൻ്റെ ഭാര്യയോട് പറഞ്ഞു നോക്ക്. അവളാവുമ്പോൾ നിന്നെ സഹായിക്കും മാത്രമല്ല വേറെ പ്രശ്നവും ഉണ്ടാവില്ലല്ലോ. നിൻ്റെ അവസ്ഥയെല്ലാം അറിയാവുന്നത് കൊണ്ട് അവളെ ചിലപ്പോൾ സമ്മതിച്ചേക്കാം. ഇല്ലേ നീ സമ്മതിപ്പിക്ക്. അവളാകുമ്പോൾ പുറത്തറിയുന്നുള്ള പേടിയും വേണ്ടല്ലോ. മുതലാളിയെ നിൻ്റെ ഭാര്യ കയ്യിലെടുത്ത നിനക്ക് നല്ല കാലം തെളിഞ്ഞെന്ന് കരുതിക്കോ മോനെ. എത്രയും വേഗം സമ്മതിപ്പിക്കാൻ നോക്ക്. ചെന്നിട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് വിളിക്കട്ടോ. ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് സംസാരിച്ചു പിരിഞ്ഞു. സിബിയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ വല്ലാതെ അലട്ടുമായിരുന്നു. ഇക്കാര്യം ഞാൻ എങ്ങനെ സ്വാതിയോട് പറയും? ആകെ ടെൻഷനായി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് കുളിക്കാതെ തന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ അധികം സംസാരിക്കാതെ തന്നെ ഷോപ്പിലേക്ക് പോയി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഞാൻ പോയില്ല. വൈകുന്നേരമായപ്പോൾ സിബി വിളിച്ചു. എന്തായിട്ടാ നിൻ്റെ തീരുമാനം? അല്ല ഓക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് പേടിയാണ് അവളോട് സംസാരിക്കാൻ. മാത്രമല്ല അവൾ എന്നോട് എന്തു പറയുന്നെന്ന് അറിയത്തില്ല, അതാ. അപ്പോൾ സിബി എനിക്ക് കുറച്ച് അയച്ചു തന്നു കേട്ടോ. ഇത് നീ കാണ്. പിന്നെ കാണുമ്പോൾ നീ അവളെയും കൂടി കണ്ട കുറച്ച് ഇതൊക്കെ കാണുമ്പോൾ നീ മെല്ലെ കാര്യം എടുത്തിട്ട് അവളുടെ പ്രതികരണം എന്താണെന്ന് എന്നോട് പറ. നീ പറയുമ്പോൾ നിൻ്റെ ഈ പ്രശ്നത്തിനാണെന്ന് പറയണ്ട, വെറുതെ ഒന്നങ്ങനെ നോക്കിയാലോ എന്നൊരു മയത്തി പറ. ബാക്കിയൊക്കെ നിൻ്റെ ഉചിതം പോലെ ചെയ്യും. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സ്വാതി എന്നോട് ചോദിച്ചു, എന്താ പ്രശ്നം? 1-2 ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. പ്രശ്നം എന്താണെന്ന് എന്നോട് പറ. കാര്യം പറഞ്ഞാലല്ല ചേട്ടാ എനിക്കറിയുള്ളൂ. അത് ഞാൻ പറഞ്ഞു. അവസാനം ഒരു വലിയ ഊരക്കുടുക്കിലടി ഞാൻ പെട്ടേക്കുന്നേ. അത് എങ്ങനെ സോൾവ് ആക്കണമെന്ന് അറിയത്തില്ല. അതാ ഞാൻ നേരിട്ടുള്ള കാര്യം അവളോടങ്ങ് പറഞ്ഞു. നിന്നെയോ അല്ലെങ്കിൽ ഒരു പെണ്ണിനെയോ, ഏതെങ്കിലും ഒരു പെണ്ണിനെയോ കൊടുക്കണം. എന്നാലേ എൻ്റെ കാര്യങ്ങൾ ശരിയാകും. എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അതാ ഞാൻ ആ കൊടുക്കുന്ന ആളെ മുതലാളിക്ക് പിടിക്കുകയും വേണം, അല്ലെങ്കിൽ പറ്റത്തില്ല താനും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നീ എന്നെ ഒന്ന് സഹായിക്കാവോ പ്ലീസ്? ഇക്കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയില്ല. നീ എന്നെ സഹായിക്കാവോ എന്ന ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അവളുടെ മുഖത്ത് വന്ന ആ ഭാവം എനിക്ക് നന്നായി വായിക്കാൻ പറ്റുന്നതായിരുന്നു. എന്തോ എന്നെ തല്ലിയില്ലെന്ന് മാത്രമല്ല, അന്ന് മുതൽക്കേ അവൾ എന്നോട് മിണ്ടിയില്ല. ഷോപ്പിലും വരില്ല. ഞാൻ ആകെ ഡിപ്രസ്സായി നിൽക്കുകയായിരുന്നു. 1-2 പ്രാവശ്യം സിബി എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കടബാധ്യതയുടെ പ്രശ്നം വല്ലാണ്ടായപ്പോൾ അവൾ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹത്തിനോ അതുപോലെ പെരുമാറ്റത്തിനോ തടസ്സം വരികയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഒരൊറ്റ പ്രാവശ്യം മാത്രം, അതിൽ കൂടുതൽ എന്നോട് പറയരുത്. പിന്നീട് എന്നോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും അകൽച്ച കണ്ട പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അത് ഓർത്തിട്ടാണെങ്കിൽ ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീട്ടുകാരോ നാട്ടുകാരോ ഇതറിയരുത്. ആരെങ്കിലും അറിഞ്ഞാലും ഞാൻ പിന്നെ ഉണ്ടാവില്ല, അതുറപ്പാണ്.
അതിനുശേഷം ഞങ്ങൾ വീഡിയോയും അതുപോലെ ഇതിൻ്റെയൊക്കെ കഥകളും മറ്റും വായിച്ച് അവൾക്ക് എന്തൊരു താല്പര്യമായിരുന്നു അത്. കഥകൾ വായിക്കാൻ അവൾ പകൽ സമയങ്ങളിൽ വീട്ടിലുണ്ടാകുമ്പോൾ ഇടയ്ക്കിങ്ങനെ വായിക്കാറുള്ളതൊക്കെ ഞാനും കണ്ടിട്ടുള്ളത് തന്നെ. അതുപോലെ അവളുടെ ഫോണിൽ വായിച്ച് ഹരം കൊള്ളുന്നത് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഈ സമയത്തൊക്കെ അവൾ നല്ലപോലെ ചൂട് പിടിക്കുന്നതും ആ ഒരു രീതിക്കുള്ള സംസാരം എന്നെ നല്ലവണ്ണം രസിപ്പിച്ചിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കെന്തോ കുറച്ച് ആശ്വാസം വന്നു. ഇനി അടുത്ത വഴി ആലോചിക്കണം. ഫോൺ എടുത്ത് ഉടനെ തന്നെ ഞാൻ സിബിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ പ്രശാന്തിനോട് കാര്യങ്ങൾ പറയട്ടെ എന്ന്. അങ്ങനെ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാൽ ഞങ്ങൾക്ക് എന്താ ലാഭം, അതും കൂടി നീ പറ. അവൻ ഉദ്ദേശിച്ചത് പണമാണെന്ന് കരുതി ഞാൻ പറഞ്ഞു, പണം ഞാൻ കുറച്ച് തരാടാ, നീ തിരക്കാക്കാതെ ഇതൊന്ന് തീരുമാനമാകട്ടെ. അത് കേട്ടപാടെ സിബി പറഞ്ഞു, പണം ആർക്ക് വേണം, അതല്ലാതെ മറ്റെന്തെങ്കിലും. അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞു, എടാ പണം അല്ലാതെ പിന്നെ നിനക്ക് കുപ്പിയാണോ, എന്താ വേണ്ടേ, ഞാൻ എന്ത് വേണേലും ചെയ്യാം, അതുപോലെ. അത് കേട്ടിട്ട് അവൻ ചിരിച്ചുകൊണ്ട് ഫോണ് കട്ടാക്കി. പിറ്റേന്ന് സിബി എന്നെ വിളിച്ചു. എടാ പ്രശാന്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ എൻ്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ കാണണത്രേ, എന്നാലേ തീരുമാനം പറയാൻ പറ്റൂ. അത് കേട്ടപാടെ ഞാൻ അവളുടെ 1-2 ഫോട്ടോ അയച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഫോൺ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തു. മറുവശത്ത് പ്രശാന്താണെന്ന് മനസ്സിലായി. പ്രശാന്ത് തുടർന്നു, എടോ അല്ലേ, നിൻ്റെ കാര്യം ഞാൻ പരിഹരിച്ചു തരാം. പക്ഷേ മുതലാളി എന്നോടൊരു കാര്യം പറഞ്ഞു. അവളുടെ അല്ല, നിൻ്റെ ഭാര്യയുടെ ഫോട്ടോ ഇങ്ങനത്തെ അല്ല വേണ്ടത്. അവൾ നേരെ നിൽക്കുന്നതും അതുപോലെ രണ്ടാമത്തേത് പുറകിൽ നിന്നും സൈഡിൽ നിന്നും എടുക്കണമത്രേ. അതിൻ്റെയൊക്കെ ഒന്ന് വലിപ്പമൊക്കെ അറിഞ്ഞാൽ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളതെടുത്താലേ ആൾക്ക് ഓക്കെ പറയാൻ സാധിക്കുള്ളൂ അത്രേ. എനിക്കാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല. അവൻ എന്നോട് ഞാൻ 1-2 ഫോട്ടോ അയച്ചിടാം, അതുപോലെ വേണമെന്നൊക്കെ എനിക്ക് മനസ്സിലായുള്ളൂ. കാര്യാവസാനം പിടികിട്ടി. ഞാൻ ഫോട്ടോ അയക്കാമെന്ന് പറയുകയും ചെയ്തു. ഉടനെ തന്നെ ഞാൻ എൻ്റെ ഫോണിലേക്ക് ഫോട്ടോസ് വന്നു. ഇനി ഞാനെങ്ങനെ അവളോട് പറയുന്നായി അടുത്ത ആലോചന. അവൾ അറിയാതെ ഫോട്ടോ എടുക്കാമെന്ന് തീരുമാനിക്കി ഞാൻ വൈകിട്ട് നേരത്തെ വീട്ടിലെത്തി. അപ്പോൾ സ്വാതി ചോദിച്ചു, എന്തേ നേരത്തെ വന്നത്, ഷോപ്പ് അടച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ലില്ല, സുഖമല്ല, അതാ വന്നത് എന്നൊരു കള്ളം പറഞ്ഞു കേട്ടു. അവൾ അറിയാതെ അവളുടെ ഫോട്ടോ ഞാൻ എടുത്തു. അതിൽ കുറച്ച് നല്ലത് ആൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ടിക്കും കാണിച്ചു. എനിക്ക് ആകെ ടെൻഷനായി തുടങ്ങി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് പ്രശാന്ത് എന്നെ വിളിച്ചു. മുതലാളിക്ക് ഓക്കെയാണെന്ന്, പിന്നെ അത് നേരിൽ 2 പേരെയും കാണണം എന്നും പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. നാളെ തന്നെ കാണാമെന്നും പറഞ്ഞു. എനിക്ക് തിടുക്കായി. എൻ്റെ കടബാധ്യത തീർന്നാൽ പിന്നെ എന്ത് പ്രശ്നം, എല്ലാം ശരിയായില്ലേ. പ്രശാന്ത് പറഞ്ഞു, നാളത്തെ കാര്യം ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാൽ ഫോൺ അങ്ങ് വെച്ചു. പിറ്റേന്ന് എൻ്റെ ശ്രദ്ധ മുഴുവനും ഫോണിലായിരുന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ പ്രശാന്ത് വിളിച്ചു. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് വരേണ്ടതെന്ന്. പ്രശാന്ത് പറഞ്ഞു, മറ്റന്നാൾ മുതലാളി ഇവിടെ വരുന്നുണ്ട്, അവരുടെ ഹോട്ടലിൽ അന്നേരം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിലെ, ഒരു കാര്യം, നിങ്ങളുടെ കാര്യം നടന്നാൽ എനിക്കെന്തല്ല അത് ലാഭം, അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ടതുപോലെ നിന്നെ കണ്ടാൽ പോരെ. അത് കേട്ടപാടെ അവൻ പറഞ്ഞു, എന്നെ വേണ്ട പോലെ നിങ്ങൾ കണ്ടാൽ പോരാ, പകരം നിങ്ങളുടെ ഭാര്യ കാണണം, എന്താ പറ്റുമോ? ഞാൻ റെഡിയാക്കാം. അത് കേട്ടപ്പോൾ എനിക്കാകെ എന്ത് പറയണമെന്നറിയാതെ പകച്ചു പോയി. ഞാൻ അറിയാതെ തന്നെ അത് നോക്കാമെന്നും പറഞ്ഞും പോയി. പ്രശാന്ത് തുടർന്നു, മുതലാളിയെ കണ്ട് കാര്യം നടന്നാൽ ഞങ്ങളെ മറന്നേക്കരുത്. മാത്രമല്ല, മുതലാളി ഒരുമിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമില്ല, കുറച്ചായേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ തഴഞ്ഞാൽ ഞാൻ മുതലാളിയുടെ അടുത്ത് തടയിടും, ഓക്കെ? ഇതും പറഞ്ഞ് അവരുടെ ഹോട്ടലിൻ്റെ പേരും പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കറിയാവുന്ന ഹോട്ടലാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു 4-5 കിലോമീറ്റർ അകലെയാണ് ആ ഹോട്ടൽ. മറ്റന്നാളാകാൻ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അറിയാതെ തന്നെ എന്നിലെ ഒരു ഭർത്താവ് ഉണരുകയായിരുന്നു. അങ്ങനെ ആ ദിവസം രാവിലെ പ്രശാന്ത് വിളിച്ചു.
അതിനുശേഷം ഞാനും പ്രശാന്തും പിന്നെ സിബിയും മിക്ക ദിവസങ്ങളിലും കാണാൻ തുടങ്ങി. ഉച്ച കഴിഞ്ഞ് മുതലാളി ഹോട്ടലിലുണ്ട്, വന്നാൽ കാണാൻ പറ്റുമെന്നും. ഉച്ച കഴിഞ്ഞ് ഹോട്ടലിൽ പോകാനായി ഞാൻ സ്വാതിയോടും റെഡിയാക്കാൻ പറഞ്ഞു. സ്വാതി കൊച്ചിനെ അത് കൊടുത്തുകൊണ്ടിരിക്കുക. അവളോട് നേരത്തെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ വരുമ്പോൾ പോരാനും പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്ന് ചോറ് കഴിച്ച് പോരാൻ നേരം സ്വാതിയോട് പറഞ്ഞു, എന്നാൽ നമുക്ക് പോയാലോ? അവളോട് റെഡിയാക്കാൻ പറയുകയും ചെയ്തു. അവൾക്ക് സാരിയൊക്കെ എടുത്തിറങ്ങി. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അറിയാം ആകെ പീഡിച്ചിരിക്കുകയാണെന്ന്. ഞാൻ അപ്പം പറഞ്ഞു, ഈ മുഖത്തോട് പോയാൽ ചിലപ്പോൾ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ല. നീ ചിരിച്ചു കൂളായിട്ടിരിക്കും. ഹോട്ടലിലേക്ക് പോകാൻ നേരം ഞാൻ പ്രശാന്തിനെ വിളിച്ചിരുന്നു. അങ്ങനെ ഞാനും സ്വാതിയും കൂടെ അവർ പറഞ്ഞ ഹോട്ടലിലെത്തി. ഈ സമയത്ത് കാർ പാർക്കിങ്ങിൽ പ്രശാന്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. എന്നെയും സ്വാതിയെയും കൂട്ടി മുതലാളിയുടെ ഓഫീസിലേക്ക് പോയി. 4ാം നിലയിലെ ഓഫീസ്. ലിഫ്റ്റിൽ കയറിയപ്പോൾ തന്നെ സ്വാതി ഒരു ഇടക്കണിട്ടൊക്കെ നോക്കുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ ഓഫീസിൻ്റെ അകത്തേക്ക് കയറി. പ്രശാന്ത് പുറത്തേക്ക് പോവുകയും ചെയ്തു. മുതലാളിയെ കണ്ടപ്പോൾ എനിക്കറിയാവുന്ന ആളാണ്. അയാളുടെ പേര് ഗംഗാധരൻ. വയസ്സൊരു ഏകദേശം 50 ഉണ്ടാകും. പൂത്ത പണ അയാളുടെ പക്കൽ. അയാൾക്ക് ഇല്ലാത്ത ബിസിനസ്സില്ല. മുതലാളിയും പിന്നെ 2-3 പാർട്ട്നേഴ്സുണ്ട് കേട്ടോ. അവരെല്ലാവരും ഒരു ബിസിനസ് ശൃംഖലയായി വളരെയായിരുന്നു. ഞങ്ങളുടെ ഷോപ്പിലേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും ഇവരുടെ പക്കൽ നിന്ന് ക്രെഡിറ്റ് വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ശരിക്കും ഞെട്ടി. അയാൾക്കാ ഞാൻ നല്ലൊരു തുക കൊടുക്കാനുള്ളത്. അയാൾ എന്നെ കണ്ടിട്ട് ഒരു വഷളൻ ചിരിച്ചിരിക്കുകയും ചെയ്തു. മുതലാളി എന്നിട്ട് ഭാര്യയെന്ന് നോക്കി ഒരു ചിരി ചിരിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസൊക്കെ എടുക്കാൻ പ്രശാന്തിനോട് ഫോണിൽ വിളിച്ച് പറഞ്ഞു. സ്വാതിയെ ആൾ നോക്കി വെള്ളം ഇറക്കുന്നത് ഞാനിങ്ങനെ നല്ലവണ്ണം കാണുന്നുണ്ട്. അല്പം കഴിഞ്ഞ് അവൻ കൊണ്ടുവന്ന ജ്യൂസൊക്കെ ഞങ്ങൾ കുടിച്ച്. അത് കഴിഞ്ഞ് മുതലാളി എന്നോട് പറഞ്ഞു, എനിക്ക് തരാനുള്ള പണം കുറച്ചല്ലേന്ന് നിനക്കറിയാലോ. അതിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാം. പക്ഷേ എനിക്കും വേണം ലാഭം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് വെക്കണം. അതിൽ നിങ്ങൾ 2 പേരും ഒപ്പുവെക്കണം. എന്നാലേ അത് ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്കതിൽ എന്താ ലാഭം? പിന്നെ ഷോപ്പിലേക്ക് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ ഉടനെ അടുത്ത ലോഡ് നിങ്ങളുടെ ഷോപ്പിലേക്ക് എത്തും. ഇല്ലെങ്കിൽ പണം ബാലൻസ് മുഴുവൻ അടച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ ഷോപ്പിൽ കിട്ടും. ഇതാ എഗ്രിമെൻറ്റ് നോക്കിയിട്ട് വായിച്ചിട്ട് 2 പേർക്കും സമ്മതമാണെങ്കിൽ ഒപ്പിടാം എന്നും പറഞ്ഞ് മുതലാളി അയാളുടെ മേശയിൽ ആ എഗ്രിമെൻ്റ് എടുത്ത് വെച്ചു. ഞാൻ ആ എഗ്രിമെൻ്റ് നോക്കിയപ്പോൾ ഞെട്ടി. സാധാരണ എഗ്രിമെൻറ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അതിലുള്ള നിർദ്ദേശങ്ങളും അതിൽ കുറച്ച് കാര്യങ്ങളും ഞാൻ താഴെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഞെട്ടിയോ ഇല്ലയെന്ന് ഞാനും കൂടെ അറിയട്ടെ. 1. ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത അന്ന് മുതൽ 2 വർഷത്തേക്ക് ഇവൾ ഞങ്ങളുടെ മാത്രമായിരിക്കണം. ഞങ്ങൾക്ക് മാത്രമായിരിക്കും അവകാശം. ഭർത്താവായ നിനക്കോ വീട്ടുകാർക്കോ ഇവളുടെ ലൈഫിൽ അവകാശമുണ്ടായിരിക്കുന്നതല്ല. എഗ്രിമെൻ്റ് കാലത്ത് ഗർഭിണിയാകാൻ പാടില്ല. 3. എപ്പോൾ വിളിച്ചാലും അവളെ ഞങ്ങൾക്ക് വിട്ടുകിട്ടണം. കുടുംബകാര്യങ്ങളോ മറ്റോ പ്രശ്നങ്ങളോ പറഞ്ഞ് ഒഴിയാൻ പാടില്ല. 4. ഇവളിൽ പൂർണ്ണമായും 2 വർഷത്തെ അധികാരം ഞങ്ങൾക്ക് മാത്രം. 5. എഗ്രിമെൻ്റ് കഴിയുന്നത് വരെ അവളിൽ പൂർണ്ണ അധികാരം ഞങ്ങൾക്ക് മാത്രമായിരിക്കും. നിങ്ങൾ തമ്മിൽ അതൊന്നും നടക്കരുത്. നടന്നാൽ പിന്നെ ഇവൾക്ക് താല്പര്യം കുറയും. 6. എപ്പോൾ ആവശ്യം വന്ന് ഫോണിൽ ബന്ധപ്പെട്ടാലും ഉടനെ തന്നെ നിൻ്റെ ഭാര്യയെ കിട്ടിയിരിക്കണം. 7. ഈ എഗ്രിമെൻ്റ് 2 കൂട്ടുകാർക്കും താല്പര്യമുണ്ടെങ്കിൽ കാലാവധി കഴിഞ്ഞ് മുന്നോട്ട് പുതുക്കാം. 8. 2 പേരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പിയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും കൂടെ 2 പേരുടെ ഫുൾ സൈസ് ഫോട്ടോയും തരണം. 9. ഞങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കും നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ. ആവശ്യം വന്നാൽ വിശേഷ ദിവസമാണെങ്കിലും വരേണ്ടി വരും. വിശേഷ ദിവസത്തിൻ്റെ പേരിൽ അവധിയും പാടില്ല. അങ്ങനെ പോകുന്നൊരു 10-15ഓളം എഗ്രിമെൻ്റ് ലിസ്റ്റാട്ടോ. ഇതൊക്കെ കേട്ടിയപ്പോൾ ചെറുതായിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ.
അത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ വായിച്ചിട്ട് രണ്ടുപേരും നല്ലവണ്ണം ആലോചിച്ചിട്ട് ഒപ്പിടാം. കൂടെ നിങ്ങളുടെ പേരിലൊരു മുദ്രപത്രം വാങ്ങി അതിൻ്റെ അടിവശത്ത് രണ്ടുപേരും ഒരു ഒപ്പ് കൂടി ഇട്ട് തരണം. എന്നാൽ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഈ എഗ്രിമെൻ്റ് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ മനസ്സിലായി നിന്ന് സൂചിപ്പിച്ചു. ഞാൻ ചോദിച്ചു, മുതലാളി മാത്രമല്ല ഇതിലുള്ളൂ? ഞങ്ങൾ എന്നെ ബഹുവചനം വന്നതുകൊണ്ട് ചോദിച്ചതാ. ഗംഗാധരൻ എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് തുടർന്നു, ഇത് ഞാനടക്കമുള്ളൊരു കമ്പനി ഫേം. അതിനാണ് അങ്ങനെ പറഞ്ഞത്. കമ്പനി ഫേം എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി പേടിയായി. എൻ്റെ മുഖം മാറുന്നത് കണ്ടപ്പോൾ മുതലാളി തന്നെ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. ഞാനിവളെ കമ്പനി സ്റ്റാഫായി എടുത്തിരിക്കുന്നു. എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന അന്ന് മുതൽ. ബിസിനസ് ആവശ്യത്തിനായി ചിലപ്പോൾ വിദേശത്ത് പോകേണ്ടി വരും. അതാ പാസ്പോർട്ട് കോപ്പി ചോദിച്ചത്. തുടർന്ന് എന്നോട് ചോദിച്ചു, ഇപ്പോൾ ഒപ്പിടുന്നോ അതോ പിന്നെയാണോ? സ്വാതി ഈ എഗ്രിമെൻ്റ് കണ്ടിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഗംഗാധരൻ മുതലാളിയോട് പിന്നെ തരാമെന്നും പറഞ്ഞ് അധികം താമസിക്കേണ്ട, അല്ലെങ്കിൽ ബാലൻസ് ക്യാഷ് വേഗം തന്നെ സെറ്റിൽ ചെയ്യണം. അതിന് ഇനി അധികം താമസം പറ്റുമെന്ന് ഇതും കൂടെ കേട്ടപ്പോൾ ഞങ്ങൾ അതും വാങ്ങി വീട്ടിലേക്കങ്ങ് പോയി. സ്വാതി വീട്ടിൽ ചെന്ന് മുറിയിൽ കയറി കതകടച്ചു. അവൾ മുറിയുടെ വാതിലടച്ച് ഒരു ഒന്നൊന്നര ഒച്ച തന്നെയായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് മോളെത്തിയപ്പോഴാണ് വാതിൽ തുറന്നത്. അതുവരെ അവൾ കിടപ്പായിരുന്നു. അന്ന് വൈകുന്നേരം സിബി എന്തായെന്നറിയാൻ എന്നെ വിളിച്ചു. ഞാൻ നടന്നതൊക്കെ പറഞ്ഞു. എഗ്രിമെൻറ്റും എല്ലാം ആലോചിച്ചിട്ട് പറയാത്രേ എന്നും പറഞ്ഞ് ഞാൻ ഫോൺ അങ്ങ് കട്ടാക്കി. അന്നെനിക്ക് ഷോപ്പിൽ അത്യാവശ്യം എത്തണമെന്നുള്ളൊരു ഫോൺ വന്നത് കൊണ്ട് ഞാൻ വേഗം പോയി. വൈകുന്നേരം സിബിയെയും കണ്ടു. ബാറിൽ വെച്ച് അവൻ എന്നോട് പറഞ്ഞു, എടാ സ്വാതി സമ്മതിച്ചാൽ ഞങ്ങൾക്ക് ലോട്ടറി അടിച്ചൊരു തുല്യ. അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. പ്രശാന്ത് എന്നെ വിളിച്ചായിരുന്നു. നിങ്ങൾ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ചെന്ന് ഒരു കാര്യം പ്രശാന്തും ഞാനും വളരെ കാര്യമായിട്ട് മുതലാളിയോട് പറഞ്ഞ് സമ്മതിപ്പിച്ചത്. അതിൽ ഞങ്ങൾക്കും എന്തെങ്കിലും കാര്യം കാണുമെന്നറിയാമല്ലോ. ഇനി ഇത്രയായ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയാം. പ്രശാന്ത് നിന്നോട് പറഞ്ഞായിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ പറയാം. സ്വാതിയെ എനിക്കും പ്രശാന്തിനും ഒന്ന് തരണം. നീ മാത്രം അവളുടെ രുചി അറിഞ്ഞാൽ പോരല്ലോ. മുതലാളിക്ക് കൊടുത്തിട്ടോ അതിന് മുമ്പോ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതധികം താമസിക്കാതെ തന്നെ തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിച്ച് പ്രശാന്തിനോട് പറയാം ഇക്കാര്യം നടക്കില്ല എന്ന്. എന്താ ഞാൻ പറയേണ്ടത്? തീരുമാനം എന്തായാലും നാളെ പറയണം എന്നും പറഞ്ഞ് അവൻ പോയി. പോകുന്നതിന് മുമ്പ് അവൻ എൻ്റെ തോളത്ത് കൈ പിടിച്ച് മദ്യത്തിൻ്റെ ലഹരിയിൽ ഒന്നുകൂടെ പറഞ്ഞു, എടാ നീ ആ മുതലാളി ഗംഗാധരന് കൊടുക്കുന്നതിന് മുമ്പ് തന്നാൽ ഞങ്ങൾ അവൾക്ക് മുതലാളിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇല്ലേ പേടിച്ചവളെ നിർത്താൻ നിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാകാതെ വരും. മുതലാളി പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ പിന്നെ നന്നായി ഉപദ്രവിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയെന്ന്. മാത്രമല്ല പ്രശാന്തിൻ്റെ പെണ്ണിന് എന്താ ജോലിയെന്ന് നിനക്കറിയോ? അവൾ അയാളുടെ അടുത്ത. അതിനാൽ അയാൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് നീ എന്നാ ആലോചിക്ക്. പറ്റുമെങ്കിൽ ഈ അടുത്ത ദിവസം തന്നെ ആയാലോ എന്നൊന്ന് ആലോചിക്ക്. അവളോട് പറയും മുതലാളിയുടെ അടുത്ത് ചെല്ലുന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു തരുമെന്നും പറഞ്ഞ് അവളെ പ്രശാന്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. പിന്നെ വരുന്നതിന് മുന്നേ പറയണം അവനും ഭാര്യയും അവിടെ ഉണ്ടാകേണ്ടതാ. അതാ അന്ന് സാമാന്യം കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത്. വീട്ടിൽ ചെന്ന് പേരിനൊരു ഭക്ഷണം കഴിച്ച് കിടക്കാൻ നേരം സ്വാതി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, ഏട്ടാ ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഏട്ടന് സമ്മതമാണോ? ഞാനൊന്നും മിണ്ടിയില്ല. മനസ്സിൽ സിബി പറഞ്ഞ കാര്യം അല്ല അടിക്കുകയായിരുന്നു. ഞാൻ ഏട്ടന് വേണ്ടി അങ്ങനെ ചെയ്താൽ പിന്നെ എന്നെ ഏട്ടന് താല്പര്യം ഉണ്ടാവുമോ? അല്ലെങ്കിൽ അങ്ങനെ താല്പര്യമില്ലെങ്കിൽ എനിക്കിങ്ങനെ തോന്നുകയാണെങ്കിൽ ഞാൻ മരിക്കും. ഇത് ആരെങ്കിലും അറിഞ്ഞാലോ പിന്നെ എന്നെ അന്വേഷിക്കുക വേണ്ട. അതൊക്കെ ഓക്കെയാണ്, ഞാൻ സമ്മതിക്കാം. സ്വാതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ ആ എഗ്രിമെൻ്റ് എടുത്ത് ഒന്നുകൂടി വായിച്ചു നോക്കി. ആ എഗ്രിമെൻറ്റിൽ
അടിഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും മുതലാളിയുടെ അടുത്ത് വെച്ച് ഒപ്പിടണമെന്ന. ഞാൻ അവളെയും കെട്ടിപ്പിടിച്ച് ഒരു ചെറിയ രീതിയിൽ മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് കളിച്ചങ്ങ് കിടന്നു. ഈ സമയത്ത് പ്രശാന്തും പിന്നെ സിബിയും പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നെങ്കിലും ഞാൻ അവളോടത് പറയാൻ നിന്നില്ല. പിറ്റേന്ന് രാവിലെ സിബിയെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ പ്രശാന്തിനെ വിളിക്കാമെന്ന് പറഞ്ഞ് അപ്പം തന്നെ സിബി പറഞ്ഞ് കട്ടാക്കി. അങ്ങനെ ഞാൻ മുതലാളിയെ വിളിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്വാതിയെ വിളിച്ചു. അവൾ അടുക്കളയിൽ ദോശ ചുടുന്ന തിരക്കിലായിരുന്നു. മൂത്തയാൾക്ക് ചായയൊക്കെ കൊടുത്ത് അടുക്കളയിൽ പണിയാ. ഞാൻ അടുക്കളയിൽ ചെന്ന് ചോദിച്ചു, ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിനക്ക് മാറ്റമൊന്നുമില്ലല്ലോ, മുതലാളിയോട് ഓക്കെ പറയട്ടെ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, നമ്മൾ അന്ന് പോയ ഹോട്ടലിലും നമ്മുടെ വീട്ടിലും പറ്റത്തില്ല, മാത്രമല്ല നമ്മുടെ നാട്ടുകാരറിഞ്ഞറിയാലോ, പിന്നെ എന്നെ നോക്കണ്ട. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്നും മാറി കുറച്ച് ദൂരത്തുള്ള ഏതെങ്കിലും സുരക്ഷിതമായിട്ട സ്ഥലത്താണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അത് കഴിഞ്ഞ് അവൾ എന്നെ ഒന്ന് നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞു, ഒപ്പിടുന്ന അന്ന് മുതൽ ഞാൻ ഈ വീട്ടിലെ നിങ്ങളുടെ ഭാര്യയേ അല്ല, ഞാൻ വേറെ ഏതോ ഒരു പെണ്ണ് പോലെ പെരുമാറണമല്ലേ, അതുപോലെയല്ലേ ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ അവളുടെ വായു പൊത്തി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇപ്പോഴും പിന്നെ എഗ്രിമെൻ്റ് പ്രകാരം 2 വർഷമല്ലേ സമയത്തും പിന്നീടും ഒക്കെ എല്ലാം നീ എൻ്റെ ഇത് മാത്രം തന്നെ ആയിരിക്കും. പിന്നെ ഇത് ജീവിതത്തിൽ വന്നൊരു പ്രതിസന്ധി മാത്രം, അതിനെ തരണം ചെയ്യാം നമുക്ക് 2 പേർക്കും ഒരുമിച്ച്, അതുപോലെ എപ്പോഴും ഒരുമിച്ച് തന്നെ എന്നും പറഞ്ഞ് ഞാനൊന്ന് നൽകി. കൂടുതലൊന്നിനും പറ്റാതിരുന്നത് മൂത്ത മകൾ ആര്യ അവിടെ ചായ കുടിക്കുന്നത് കൊണ്ടായിരുന്നു. കൂടാതെ ഞാൻ പറഞ്ഞു, നീ മുതലാളിയുടെ അടുത്ത് ചെന്നാൽ പിന്നെ എന്നെ മറക്കുമോ? മുതലാളി എന്ത് ചെയ്താലും പറഞ്ഞാലും എന്നോട് നീ പങ്കുവയ്ക്കണം കേട്ടല്ലോ. എന്നാൽ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഏതാവശ്യത്തിനും ഉണ്ടാകും. അവിടെ നടക്കുന്ന എല്ലാ കാര്യവും അത് എന്ത് തന്നെ ആണെങ്കിലും എന്നോട് പറയണം, അല്ലാതെ ഒന്നും അവിടെ നടക്കരുത്. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, അത് ഏട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പോരെ. ഇതും കേട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് പോയി മുതലാളിയെ വിളിച്ചു. മുതലാളിയോട് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്നാൽ ഈ ശനിയാഴ്ച നമ്മൾ കണ്ട ഹോട്ടലിൽ ഞാൻ വരുന്നുണ്ട്, അപ്പോൾ അവിടെ കാണാമെന്ന്. അന്നേരം ഞാൻ ചാടിക്കയറി പറഞ്ഞു, അത് പറ്റത്തില്ല സാറേ, നമ്മുടെ നാട്ടിൽ പറ്റത്തില്ല, അവളത് സമ്മതിക്കത്തില്ല. നാട്ടുകാരറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ആയാൽ കുഴപ്പമില്ലായിരുന്നു. അത് കേട്ട് മുതലാളി പറഞ്ഞു, എന്നാലൊരു കാര്യം, അടുത്ത ആഴ്ച എറണാകുളത്തുള്ള ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോരെ. ഹോട്ടലിൻ്റെ പേര് പറഞ്ഞ്, അതും എനിക്കറിയാവുന്ന ഹോട്ടൽ, അവിടെ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. പിന്നെ നീ വരുമ്പോൾ അഗ്രിമെൻ്റ് എടുക്കണം, മാത്രമല്ല നിങ്ങളുടെ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തോ, അന്ന് തന്നെ ഇവിടെ നിന്ന് അയക്കാം, ഓക്കെ. പിന്നെ നിനക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കുറച്ച് വേണമെങ്കിൽ മാനേജരോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ് മുതലാളി. ആദ്യം നീ സ്വാതിയുടെ സാരി എടുത്ത് നിൽക്കുന്നതും ചുരിദാറിട്ട് നിൽക്കുന്നതുമായ കുറച്ച് ഫോട്ടോസ് അയച്ചതാ എന്ന് പറഞ്ഞാൽ കട്ടാക്കി. ഞാൻ സ്വാതി അറിയാതെ അവളുടെ പല തരത്തിലുള്ള ഫോട്ടോസ് അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അന്ന് വൈകുന്നേരം ബാറിൽ വെച്ച് സിപ്പി എന്നോട് ചോദിച്ചു, മുതലാളി വരാൻ പറഞ്ഞില്ലേ? അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ നമ്മുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ഇത് കേട്ട് കണ്ട് സ്മോൾ അടിക്കുന്നതിനിടയിൽ എൻ്റെ മനസ്സിൽ നിന്നൊന്ന് ഉണർന്നു. ഞാൻ പറഞ്ഞു, ശരി, നിനക്ക് എന്നെ അവളെ വേണ്ടെന്ന് പറഞ്ഞു. നിനക്ക് മാത്രമല്ലല്ലോ പ്രശാന്തിനും വേണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, എന്നാന്ന് തീരുമാനിച്ചിട്ട് പറ. പക്ഷേ ഇക്കാര്യം ഞാൻ സ്വാതിയോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞ് അവളുടെ പ്രതികരണം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അവളോട് അത് അവിടെ വന്നിട്ട് നിങ്ങൾ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോൾ സിബി വേഗം പ്രശാന്തിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. കേൾക്കേണ്ട താമസം അവനും ഇരിക്കപ്പുറതിയില്ല. കാരണം ഇവർ 2 പേരും എൻ്റെ ഭാര്യയുടെ ഫോട്ടോ നോക്കി വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടതാ. അതുമല്ല, അവളെ കണ്ടാൽ പിന്നെ എല്ലാവരും അവളെ ഒന്ന് ഓർത്ത് ആക്കിയിട്ടില്ലെങ്കിലേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശാന്ത് സിബിയെ വിളിച്ചു. നമുക്ക് എൻ്റെ വീട്ടിൽ കൂടാം, പിന്നെ മറ്റന്നാൾ രാവിലെ തന്നെ ആയാലോ? അതാകുമ്പോൾ പിറ്റേന്ന് മീരയ്ക്കും എനിക്കും പണിയുള്ളൂ. എന്താ ഓക്കെ ആണോ?
അത് കേട്ട് മറുപടിയൊന്നും പറയാതെ 1 മിനിറ്റൊന്നും പറഞ്ഞ് ഞാൻ ഫോണ് മാറ്റിപ്പിടിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, മറ്റന്നാ പറ്റുമോ, ഓക്കെ പറയട്ടെ എന്നൊക്കെ. ഞാൻ എന്ന അർത്ഥത്തിൽ തന്നെ തലയാട്ടി. അങ്ങനെ മറ്റന്നാ ഇന്ന് ഞാൻ ഷോപ്പിൽ കയറി കഴിഞ്ഞ് എത്തുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് സ്റ്റാഫ് ഷോപ്പ് തുറന്നു. രാവിലെ മോളെ സ്കൂളിൽ അയക്കാൻ അവളെ ഒരുക്കുമ്പോൾ തന്നെ ഞാൻ സ്വാതിയോട് പറഞ്ഞു, നീയും ഒരുങ്ങിക്കോ, നമുക്ക് ഒരിടം വരെ പോകണം, 2 പേരെ കാണാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറുതിനെ നിൻ്റെ വീട്ടിൽ വിടാം, എന്നിട്ട് അങ്ങോട്ടൊന്ന് പോവാം, അതാ നല്ലത്. മാത്രമല്ല ഈ വെയിലത്ത് അവനെ കൊണ്ടുപോയാൽ ആകെ കുഴപ്പം. മോളെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടു ചെന്ന് വിടാം, എന്നിട്ട് തിരിച്ചു വരാം, അന്നേരത്തേക്കും നീ ഒരുങ്ങിയാൽ മതി. സ്വാതിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല. ആളെന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്, എവിടാന്നൊക്കെ പറയാൻ. ഈ പോകുന്ന കാര്യം ഇന്നലെ എന്നോട് പറഞ്ഞില്ലല്ലോ, എവിടെയാണ് പോകുന്നത് എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ പ്രശാന്തിനെ അറിയില്ലേ, ഇന്ന് അവൻ്റെ വീട്ടിലൊരു പാർട്ടിയുണ്ട്, അതിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിനാ നിന്നെ അവൻ്റെ ഭാര്യയ്ക്കൊന്ന് പരിചയപ്പെടണോ അത്രേ എന്നും പറഞ്ഞു. അതാ നിന്നോടും കൂടെ വരാൻ പറഞ്ഞു. ഇതും പറഞ്ഞ് ഞാൻ അവളിൽ നിന്നും മുഖം മാറ്റാൻ വേഗം പുറത്തേക്ക് കാറെടുക്കാൻ ഇറങ്ങി. കാറിൻ്റെ അടുത്തേക്ക് മോളെയും കൂട്ടി സ്വാതി വന്നു. അവൾ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം വണ്ടി സ്റ്റാർട്ടാക്കി മോളെയും കൂട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. ഞാനപ്പോൾ സ്വാതിയോട് പറഞ്ഞു, ഞാൻ തിരികെ വേഗം എത്തും, അതുകൊണ്ട് വേഗം ഒരുങ്ങി നിന്നോ എന്നും പറഞ്ഞ് വണ്ടിയായിട്ട് പോയി. എന്തായാലും ഇത്തവണ ഞാൻ രക്ഷപ്പെട്ടു. അവളെന്തായാലും സത്യം അറിയുമ്പോൾ അങ്ങ് പറഞ്ഞാൽ പോരെ അല്ലേ. സ്കൂളിലേക്ക് പോയി അവിടെ എത്തി മോളെ ഇറക്കി. അതിനുശേഷം ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇന്ന് വൈകുന്നേരം അമ്മമ്മ വരും നിന്നെ കൂട്ടാൻ, അച്ഛനും അമ്മയും ഒരു സ്ഥലം വരെ പോകുക, വൈകുന്നേരം വരാൻ താമസിക്കും, അതാ നീ അമ്മമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോക്കോ, ഞങ്ങൾ വന്ന് കൂട്ടിക്കൊള്ളാം നിന്നെ, ഓക്കെ. ഇത് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി. ഞാൻ വണ്ടി തിരിച്ചെൻ്റെ കടയിലെത്തി. സ്റ്റാഫിനോട് പറഞ്ഞു, ഞാൻ ഒരിടം വരെ പോകുക, വൈകുന്നേരമാകും വരാൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കും എന്നും പറഞ്ഞ് വേഗം വീട് ലക്ഷ്യമാക്കി ഞാൻ പോന്നു. ഈ സമയത്തൊക്കെ എൻ്റെ മനസ്സ് വല്ലാതെ ഇടിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ മനസ്സിനൊരു സന്തോഷം, ഇനി അവളെ വേറെയുള്ളവരെടുത്ത് ഇതാക്കുന്നത് കാണാനുള്ളൊരു ത്വര. അവളുടെ ഇതും ആ ഒച്ചയും ഒക്കെ കേൾക്കണം എന്നൊക്കെയായിരുന്നു എൻ്റേത്. ആ മുഖത്തെ ഭാവങ്ങളും കാണാൻ ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എനിക്കൊരിതും തോന്നിയില്ല, ആസ്വദനയായിരുന്നു മനസ്സിൽ. ഞാനെങ്ങനെ വേഗം വീട്ടിലെത്തി. ഈ സമയം അവൾ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. കുഞ്ഞിനെ എടുത്ത് വീടും പൂട്ടി ഇറങ്ങി. അവളുടെ ആ ചുരിദാറിട്ടൊക്കെയുള്ളൊരു വരവ് കണ്ടപ്പോൾ തന്നെ അയ്യവ, അവളെ 100 ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. അത് കേൾക്കാൻ നിൽക്കാതെ ഞാൻ വേഗം വണ്ടി എടുത്തു. ഞാൻ പറഞ്ഞു, നീ സുന്ദരി മാത്രമല്ല, എല്ലാവരും ഞാൻ മാത്രം കണ്ടാൽ പോരല്ലോ, എല്ലാവരും ഒന്ന് കാണട്ടെ, അതല്ലേ നല്ലതെന്ന് പറഞ്ഞ് അവസാനം ഒന്ന് റെഡിയാക്കി സെറ്റാക്കി അവളെ കയറ്റി കാറിൽ പോകുന്നത് നേരെ പ്രശാന്തിൻ്റെ വീട്. പിന്നെ ആര് കാണാനല്ലേ. അവൻ്റെ ഭാര്യയും കാണും, അവർ കാണട്ടെ, നല്ല സുന്ദരി കുട്ടിയായിരുന്നു. അവൾ തന്നെ ചിനിങ്ങിക്കൊണ്ട് ആ കൊച്ചിനെ തൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് മുറിക്ക് നിന്ന് പുറത്തേക്ക് പോയി. വണ്ടിയെടുത്ത് കൊച്ചിനെ ഇരുത്തി ഞാൻ വണ്ടി തിരിച്ചു. അവളാണെങ്കിൽ ആകെ ഇങ്ങനെ നാണം വന്നതുപോലൊക്കെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അവളത് ചിണുങ്ങുന്നുണ്ട്. ഞാൻ മനസ്സിലോർത്തു, ഈ വേഷത്തിൽ അവളെ കണ്ടാൽ പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തില്ല. അവരുടെ ആ എടുത്തിട്ടുള്ള ഇതൊക്കെ കണ്ടിട്ട് വേണ്ടേ ഇവിടെ തിരിച്ചൊന്ന് കിട്ടാൻ, എന്നാലല്ലേ വീട്ടിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു യാത്രയിലോട്ടാട്ടോ പോകുന്നത്. ഇവിടുന്ന് നമ്മുടെ കഥയും മാറാൻ പോവുക. അത് കഴിഞ്ഞിട്ട് സിബിയും പ്രശാന്തും എന്ത് ചെയ്തു, നമ്മുടെ നായികയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു. നായകൻ സപ്പോർട്ടാണല്ലോ, എതിർപ്പൊന്നുമില്ല. അപ്പോൾ നായകൻ എങ്ങനെയൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് വേഗം തന്നെ കേൾക്കാവേ. അടുത്ത കഥയായിട്ട് വേഗം തന്നെ കാണാം. ബൈ.